വെൽക്കം ടു കുക്കിംഗ് വിത്ത് സിന്ധു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പനീർ ബട്ടർ മസാലയാണ്. അതിലേക്ക് ആവശ്യമുള്ള പനീർ ക്യൂബായിട്ട് മേടിച്ച ഫ്രോസൺ പനീറാണ്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് കാഷ്യൂ നട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചത്, ബട്ടർ, സ്പൈസസ്, ഒണിയൻ സ്ലൈസ് ചെയ്ത് വെച്ചത്, ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് വെച്ചത്, കോറിയാൻഡർ ലീഫ്, പിന്നെ ഫ്രഷ് ക്രീം. ഇത് നമ്മൾ ആദ്യം പനീർ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടപ്പിൽ ചട്ടി വെക്കണം. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ സൺഫ്ലവർ ഓയിലും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പനീർ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചില്ലി പൗഡർ, ഇട്ടിട്ട് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അതിലേക്ക് നമ്മൾ സ്പൈസസ്, കറുവപ്പട്ട, ബേ ലീവ്സ്, ഏലക്കായ, പെരുംജീരകം, നല്ല ജീരകം, സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഓണിയൻ സ്ലൈസ് ചെയ്തത്, വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, ഉള്ളി ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ടൊമാറ്റോ സ്ലൈസ് ചെയ്തത്, കാഷ്യൂ നട്ട്, അതിലേക്ക് മഞ്ഞൾപ്പൊടി, ചില്ലി പൗഡർ, മുളക് പൊടി, മല്ലിപ്പൊടി, എല്ലാതും കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒണിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും ഒണിയനും എല്ലാം കൂടി അരച്ചിട്ട് സ്പൈസസ് എല്ലാം കൂടി അതിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് പനീർ ബട്ടർ എന്ന് പറയുമ്പോൾ കുറച്ചൊരു മധുരം ഉണ്ടാവില്ല. അതിലേക്ക് ഇതിന് വേണ്ടി കുറച്ച് മതിയേ ടൊമാറ്റോ സോസ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പനീർ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം എടുത്ത് വെച്ചിരുന്നല്ലോ അത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് മല്ലിയില, പനീർ ബട്ടർ മസാല റെഡിയാണ്. അതിലേക്ക് നമ്മൾ കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യക്കാർക്ക് ലൂസ് ആക്കണമെങ്കിൽ കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞങ്ങൾക്ക് ഇങ്ങനെ തിക്കായിട്ടാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിരിക്കുന്നത്.